ഹംപിയിൽ പോകണമെന്ന് ഒത്തിരി നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു. ആനന്ദം സിനിമ ആദ്യമായിട്ട് ആസ്വദിച്ച് കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ഹംപിയിൽ പോകാൻ തോന്നിയത്. പക്ഷേ ആ ആഗ്രഹം നടന്നത് ഈ 2025 എൻ്റെ ട്രിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഞാൻ ബസ് ബോർഡ് ചെയ്യുന്നത്. ഞാനൊരു സ്ലീപ്പർ ബസ് റെഡ് ബസ് ആപ്പ് ത്രൂ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി 10 മണിയോടുകൂടെ ബസ് സ്റ്റാർട്ടായി. പോകുന്ന വഴിക്ക് കുറച്ച് ആളുകളൊക്കെ കയറി. അല്ലെങ്കിൽ ബസ് വളരെ കാലിയായിരുന്നു, വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഹോസ്പേട്ട് ജംഗ്ഷൻ അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ ബസ് ഞാൻ അവിടെ ബസ് സ്റ്റേഷൻ ഹോസ്പേട്ട് ജംഗ്ഷനിൽ തന്നെ നിർത്തി. അവിടെ ഇറങ്ങി കമലാപൂറിലേക്കായിരുന്നു എൻ്റെ റൂം ഞാൻ ബുക്ക് ചെയ്തത്. ഞാൻ അവിടേക്ക് ബസ് കയറി. കമലാപൂർ ബസ്സിൽ കയറിയതും സൈഡ് സീറ്റ് തന്നെ കിട്ടി. സൈഡ് സീറ്റിലിരുന്നുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു. അവിടെ കുറേ പാറക്കെട്ടുകളൊക്കെ കാണുന്നുണ്ട്. വേറിട്ട കാഴ്ച തന്നെയായിരുന്നു ഹംപി. കമലാപൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 5 മിനിറ്റിൽ കുറവ് യാത്രയുണ്ടായിരുന്നുള്ളൂ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക്. ഹോട്ടൽ മയൂർ ഭുവനേശ്വരിയിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്. വളരെ നല്ല ലക്ഷറസും പിന്നെ അതുപോലത്തെ ക്ലീൻലിനെസ്സൊക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഹോട്ടൽ. നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിലോ സോളോ ട്രിപ്പിന് വരികയാണെങ്കിലോ ഇവിടെ കുറേ റൂംസ് അവൈലബിൾ ആണ്. ജസ്റ്റ് സൈറ്റിലൊന്ന് പോവുക, അവിടെ കുറേ ഡിസ്കൗണ്ടഡ് റേറ്റ്സിനുള്ള റൂംസൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇനൊക്കെ ചെയ്ത് കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ ഡേ 1 സ്റ്റാർട്ട് ചെയ്തു. ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലാണ് ഞാൻ ഫസ്റ്റ് പോയത്. ഇതേ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വേറെയും 2 സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ടിക്കറ്റ് കളയരുത്, സൂക്ഷിച്ച് വെക്കണം. അവിടെ പോയപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം അത്രയും വിഗ്രഹങ്ങൾ നശിപ്പിച്ചിട്ട നിലയിലാണ് നമ്മൾ കാണുന്നത്. ഓരോ വിഗ്രഹത്തിനും കുറേ കഥകളുണ്ടാകും പറയാൻ. അത്രയും നശിപ്പിച്ച രീതിയിലാണ് കാണുന്നത്. പിന്നെയുള്ള ട്രിപ്പ് ഞാൻ ഒരു ഓട്ടോ ചേട്ടനെ വിളിച്ചു. അവിടെ ദേവരാജ് എന്നാണ് ചേട്ടൻ്റെ പേര്. അവിടെ ഓട്ടോ സ്റ്റേഷനിൽ തന്നെ ഉള്ള ഒരാളാണ്. അവിടെ തന്നെ ഒരു ലോക്കൽ കന്നഡികയാണ്. അപ്പോൾ ആളുടെ ഓട്ടോ വിളിച്ചു. ഞാൻ ഫസ്റ്റ് പോയത് വിജയ് വിട്ടൽ ടെമ്പിളിലാണ്. ഹംപിയിൽ തന്നെ ഫസ്റ്റ് നമ്മൾ കാണേണ്ട ഒരു ടെമ്പിളാണ് വിജയ് വിട്ടൽ ടെമ്പിൾ. അവിടെ ഇലക്ട്രിക് ബസ്സാണ് നമ്മൾ ആ ടെമ്പിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. ഗേറ്റിൻ്റെ അവിടെ വരെ നമ്മൾ ഓട്ടോ ചേട്ടൻ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ കയറി ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു നേച്ചറും ആസ്വദിച്ച് ഞാൻ പോയി. സോളോ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് തന്നെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഞാനൊരു ട്രൈപ്പോഡും കൂടെ ആയിട്ടാണ് പോയത്. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ നമുക്ക് ട്രൈപ്പോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് അത് യൂസ് ചെയ്യാം, കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം, അതിനൊന്നും ഇഷ്യൂസ് ഇല്ല. സെക്യൂരിറ്റി എന്നോട് ആദ്യം പറഞ്ഞു എവിടെയും നിങ്ങൾ ട്രൈപ്പോഡ് വെച്ച് ഫോട്ടോ എടുക്കരുത്, ഇവിടുത്തെ റൂൾസാണ്. ഞാൻ ഓക്കെ പറഞ്ഞു. നമ്മളെവിടെ പോയാലും അവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോവാണ്. ഓരോ പില്ലേഴ്സിലും അവർ കൊത്തിവെച്ച ശില്പങ്ങൾ നല്ല മനോഹരമാണ്. അപ്പം നമുക്ക് എത്ര കണ്ടു കഴിഞ്ഞാലൊരു മതി വരില്ല. കാരണം ഇത് കല്ല് കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു അത്രയും തണുപ്പാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ. നമുക്കിവിടെ കാണാൻ പറ്റിയ വേറെ 2 കാഴ്ചകൾ. ഒന്ന് മ്യൂസിക്കൽ പില്ലേഴ്സ്, രണ്ടാമത് അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോൺ ചാരിയറ്റ്, നമ്മളെ 50 രൂപ നോട്ടിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ചാരിയറ്റ്. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ചെയ്ത് നോക്കി. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ആംബിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ പറ്റും അവിടെ. പിന്നെ കൂടാതെ നമുക്ക് രസകരമായിട്ടുള്ള ചെയ്യാൻ പറ്റിയൊരു കാര്യം, നമ്മൾ ആ നൂറ്റാണ്ടിലാണ് ജീവിച്ചതെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. അത് വേറിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ പതുക്കെ കുറച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇമാജിനേഷനൊക്കെ കൊണ്ടുവരുമ്പം നമ്മളെ പോലും അറിയാണ്ട് നമ്മൾ വേറെ എവിടെയോ എത്തിപ്പോവും. അങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്ത് ടെമ്പിളിൻ്റെ ഉൾവശം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞാൻ ടെമ്പിളിൻ്റെ പുറത്തേക്ക് പോയി. അവിടെ ഒരു പുഷ്കരണി ഉണ്ട്. പുഷ്കരണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കുളമാണ്. ഈ പുഷ്കരണി എന്നുള്ള വെള്ളമാണ് ഈ ഉത്സവ സമയങ്ങളിലും പിന്നെ അതുപോലെ റിച്വൽസൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഈ കുളമാണ് ഉപയോഗിക്കുക. പിന്നെ അതുമാത്രമല്ല, ഈ മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടും ഇതേ പുഷ്കരണി യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പണ്ട് കാലങ്ങളിൽ കാലും കൈയൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോൾ കയറാനും ഈ പുഷ്കരണി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വിജയ് വിട്ടൽ ടെമ്പിളൊക്കെ സന്ദർശിച്ചതിന് ശേഷം ഇലക്ട്രിക് ബസ്സിൽ തന്നെ നമുക്ക് തിരിച്ച് ഗേറ്റ് വരെ പോയി. അവിടെ നമ്മൾ ഓട്ടോ ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാനുള്ള വേറെ സ്ഥലങ്ങളെന്ന് വെച്ചാൽ ലോട്ടസ് ടെമ്പിളും അതുപോലെ തന്നെ ക്വീൻസ് ബാത്തൊക്കെയാണ്. നമ്മൾ ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്വീൻസ് ബാത്തിലെത്തിക്കഴിഞ്ഞു. പേരിലുള്ള പോലെ തന്നെ രാജ്ഞിമാർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയൊരു നിർമ്മിതിയാണിത്. രാജ്ഞിമാർ മാത്രമല്ല, റോയൽ ഫാമിലിയിൽപ്പെട്ട മറ്റ് സ്ത്രീകളും പിന്നെ പുരുഷന്മാരും ഇവിടെ കുളിച്ചിരുന്നതാണ് ഒരു ഫൺ ഫാക്റ്റായി പറയപ്പെടുന്നത്. അവിടുത്തെ ഈ ഭിത്തി കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, ആനന്ദത്തിലെ കുപ്പീനെ ഓർമ്മ വന്നു. അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഓട്ടോ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. നമുക്ക് അടുത്ത സ്ഥലം കാണാനുള്ള ടൈമായല്ലോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് മഹാനവമി ഡിബയിലേക്കാണ്. നവരാത്രി സമയങ്ങളിലാണ് ഈ സ്റ്റേജ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ നമുക്കൊരു രാജാവിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടും. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഹംപി ഏകദേശം നമുക്ക് കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കാണാൻ പോയൊരു സ്ഥലമാണ് ലോട്ടസ് മഹൽ. ഇത്രയും സിമെട്രിക്കലായിട്ട് ഉണ്ടാക്കി വെച്ചൊരു നിർമ്മിതിയാണത്. ഇതിൻ്റെ റൂഫ് ടോപ്പിലും പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിലൊരു എതളിൻ്റെ ഒരു ഷേപ്പിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. താമരതളുകളാണ് നമുക്ക് എങ്ങനെ നോക്കിയാലും കാണാൻ പറ്റുന്നത്. അത്രയും ഷാർപ്പ് സിമെട്രിയിലാണ് കാലഘട്ടങ്ങളിൽ ഇത് ചെയ്തിരിക്കുന്നത്. കുറച്ച് ടൈമും കൂടെ സ്പെൻഡ് ചെയ്ത് എലിഫൻറ്റ് സ്റ്റേബിളും കൂടെ കണ്ട് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തത്. എന്തായാലും ഈ 2 ദിവസം കൊണ്ട് ഹംപി മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യം. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. മഴക്കാലത്ത് ഇവിടെ ഫുള്ള് വെള്ളം മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മസ്റ്റ് വിസിറ്റായിട്ട് പോകേണ്ട മറ്റൊരു സ്ഥലമാണ് വിരൂപാക്ഷ ടെമ്പിൾ. ഹംപിയിൽ തന്നെ വൺ ഓഫ് ദ ആക്റ്റീവ് ടെമ്പിളാണ് വിരൂപാക്ഷ ടെമ്പിൾ. ഇവിടെ ഭഗവാനെ പോയി തൊഴുതും അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ പങ്കെടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ആ ദിവസത്തെ ട്രിപ്പ് ഞാൻ വൈൻഡപ്പ് ചെയ്തു. പകൽ നല്ല വെയിലാണെങ്കിലും കൂടെ രാത്രി നല്ല തണുപ്പ് തന്നെയായിരുന്നു ഹംപിയിൽ. ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. പുറത്തിറങ്ങിയപ്പോൾ കുറേ ചിവിട് കരയുന്നതിൻ്റെ കൂട്ടത്തിൽ ദൂരത്തുനിന്ന് മയിൽ കരയുന്ന ശബ്ദം വരുന്നുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് അവിടുത്തെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. എസ്പെഷ്യലി ഫുഡ്സ്, സ്ട്രീറ്റ് ഫുഡ്സൊക്കെ അവരുണ്ടാക്കുന്ന രീതി ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലെമൺ റൈസ് ഓർഡർ ചെയ്തൊരു പിടിയും പിടിച്ച് അടുത്ത ദിവസത്തെ മോർണിംഗിലേക്കുള്ള പ്രിപ്പറേഷനിലാണ്. ഓട്ടോ ചേട്ടൻ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സൺറൈസ് കാണിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. മല്യവന്ത രഘുനാഥ ടെമ്പിൾ, അതിനോട് ചേർന്നിട്ട് തന്നെയുള്ളൊരു മലമുകളിലാണ് ഈ സൺസെറ്റ് കാണാൻ പോയത്. സൺറൈസ് കാണാനാണ് എത്തിയെങ്കിലും കൂടെ ചെറുതായിട്ടൊന്ന് ലേറ്റായി. പക്ഷെ നമുക്ക് ആ മോർണിംഗത്തെ എനർജിയൊന്നും മിസ്സായിട്ടില്ല, കാണാൻ പറ്റി. ഇതൊരു ആക്റ്റീവ് ടെമ്പിളാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ ഞാൻ വരുമ്പോൾ ഈ ഭട്ടന്മാർ ഹനുമാൻ സ്വാമിനെയും ശ്രീരാമസ്വാമിനെയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാമായണം പിന്നെ ഭജനങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പം ഈവൻ വിസിറ്റേഴ്സിനും അവിടെ ഇരുന്ന് തൊഴാനും പ്രാർത്ഥിക്കാനൊക്കെ
സൗകര്യങ്ങളുണ്ട്. ഞാനും കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഓട്ടോ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആ കുന്ന് കയറാൻ തുടങ്ങി. കുന്നെന്ന് വെച്ചാൽ വലിയ കുന്നൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിൽ കയറാനുണ്ട്. അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലെത്തിയപ്പോഴാണ് ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ്. ഞാൻ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. പൊതുവെ നമ്മൾ വീടും ഓഫീസൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും ആസ്വദിക്കാനുള്ളൊരു ടൈം കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ മസ്റ്റായിട്ടൊരു ബ്രേക്ക് എടുക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ട്രാവൽ ചെയ്യുക, കുറേ കാഴ്ചകളൊക്കെ കാണുക. ശരിക്കൊരു വേറിട്ടൊരു അനുഭവം തന്നെ ആയിരിക്കും. നമ്മൾ ഫുള്ളി റിലാക്സ്ഡ് ആവും. അങ്ങനെ സൺറൈസൊക്കെ കണ്ട് കുറച്ച് നേരം അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ നടന്ന് കാണുന്ന സമയത്താണ് ഈ ഒരു കൗതുകമേറിയൊരു കാഴ്ച കാണുന്നത്. കുരങ്ങന്മാർ അമ്പലത്തിൻ്റെ ആ ഒരു എൻട്രൻസിന് മുകളിലുള്ള ഭാഗത്തു നിന്ന് അടുത്തുള്ള പാറക്കെട്ടിലേക്ക് ചാടി കയറുന്നൊരു സീന്. കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. കാണുമ്പം തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഒരു ചെറിയ ഹോട്ടലാണ് ഞാൻ പ്രിഫർ ചെയ്തത്, കാരണം അവിടെ ഏറ്റവും നല്ല ഫ്രഷ് ഫുഡാണ്. കഴിച്ചതിൽ വെച്ച് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കിട്ടിയത്. കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓട്ടോ ചേട്ടനെ വിളിച്ച് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് അഞ്ജനാദ്രി ഹിൽസാണ്. സാക്ഷാൽ ഹനുമാൻ സ്വാമീൻ്റെ തന്നെ ബർത്ത് പ്ലേസാണ് ഈ അഞ്ജനാദ്രി ഹിൽസ്. ഞാനിവിടെ എത്തുമ്പം അത്യാവശ്യം വെയിലുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ കഴിയുന്ന നേരത്തെ ഇറങ്ങുക, സൺറൈസ് ടൈമിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഒരു 575 സ്റ്റെപ്സ് ഉണ്ടാകും താഴത്തുനിന്ന് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് കയറാൻ പറ്റും. വീക്കെൻഡ്സിലൊക്കെ ആകുമ്പോഴാണ് ഇവിടെ തിരക്ക് കൂടുന്നത്. അപ്പോൾ അങ്ങനെ നടന്ന് കയറി ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ തുംഗഭദ്ര റിവറൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഹംപീൻ്റെ എല്ലാ പ്ലേസസും നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ പുതിയ അനുഭവങ്ങൾ കിട്ടും. അതേപോലെ കുറേ പേര് നമ്മളോട് സംസാരിക്കാൻ വരും. ഞാൻ ട്രൈപോഡും ക്യാമറയൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് കുറേ പേര് എന്നോട് ചോദിച്ചു, നിങ്ങൾ വ്ളോഗറാണോ, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്നൊക്കെ. നമ്മളവരോടൊക്കെ കുറച്ച് നേരം ഇൻട്രാക്റ്റൊക്കെ ചെയ്ത് മുകളിലേക്ക് എത്തി.
അങ്ങനെ മുകളിലെത്തിയിട്ട് ഹനുമാൻ സ്വാമീൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ അമ്പലത്തിൽ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു, ഹനുമാൻ ചാലീസയൊക്കെ വായിച്ചു ഇറങ്ങി. ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലത്തിലൊന്ന് തന്നെയാണ് ഹംപി. തീർച്ചയായും ലൈഫിൽ ഒരു തവണയെങ്കിലും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് ഞാൻ പറയും. ഈ കാണുന്നതാണ് തുംഗഭദ്ര റിവർ. തുംഗഭദ്ര നദിയൊക്കെ നമുക്ക് മുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് ഇറങ്ങുക. അങ്ങനെ താഴെ ഇറങ്ങി വീണ്ടും വരാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ലക്ഷ്മി ടെമ്പിളാണ്. ഉച്ചയ്ക്ക് ആക്റ്റീവായിട്ടുള്ള എല്ലാ ടെമ്പിൾസിലും ഫുഡ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നീട് അവിടെ ഗുഹ ഉണ്ടായിരുന്നു, അപ്പോൾ ഗുഹയൊന്ന് കാണാൻ പോയി. പുറത്തൊക്കെ നല്ല വെയിലും ചൂടൊക്കെ ആണെങ്കിലും കൂടെ ഗുഹയിൽ കയറിയപാട് നല്ല AC ഇട്ട പോലത്തെ ടെമ്പറേച്ചറായി. ഫുള്ള് വേർത്തൊലിച്ചായിരുന്നു വന്നത്. പക്ഷേ ഗുഹയിൽ കയറിയതിന് ശേഷം നല്ലൊരു തണുപ്പ് കിട്ടി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴാണ് എന്തോ ഒരു ശബ്ദം പുറകുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് പെട്ടെന്ന് താഴെ എഴുതി വെച്ചൊരു ബോർഡ് എൻ്റെ മനസ്സിൽ വന്നത്, മുതലകളുണ്ട് സൂക്ഷിക്കുക എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ദുർഗാ ടെമ്പിളിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അവിടുത്തെ കർഷകന്മാരും പിന്നെ അവിടുത്തെ ഒരു ജീവിത രീതിയൊക്കെ നമുക്ക് കാണാൻ പറ്റി. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ ഉണക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പല വീഡിയോസ് കണ്ടതിലൊക്കെ വെച്ച് 64 പില്ലർ മണ്ഡപ എനിക്ക് പോകണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ സമയക്കുറവ് കാരണം അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ദൂരത്ത് നമ്മൾ ക്യാമറയിൽ ഫോക്കസ് ചെയ്താൽ പോലും കിട്ടില്ല. നമുക്ക് നേക്കഡ് ഐസിന് ഇതിനെക്കാട്ടും വളരെ നന്നായിട്ട് കാണാനും പറ്റും. ഈ ഒരു വ്യൂ നമുക്ക് കാണുന്നത് ഇവിടെ സുഗ്രീവ ഗുഹ എന്നാണ്. ഈ ഒരു ഗുഹയിൽ ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് ശ്രീരാമസ്വാമി സുഗ്രീവനെ കണ്ടുമുട്ടുന്നത്. പതുക്കെ ഗുഹ എങ്ങനെയാണുള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ്. പോകുമ്പോഴായിരുന്നു അവിടെ ഒരാൾ കിടക്കുന്നത്. പിന്നെ അധികം അങ്ങോട്ടേക്ക് പോയി പരിചയമില്ലാത്ത ഒരാളുടെ കടി വാങ്ങിക്കൂട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ദൂരത്തുനിന്ന് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു. ജയ ശ്രീറാം എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ആളൊന്ന് അവിടെ തന്നെ കിടന്ന് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പല അമ്പലങ്ങളിൽ പോകുമ്പോഴും ഇവൻ കുരങ്ങന്മാരാക്രമിക്കുമ്പോൾ പോലും ജയ ശ്രീറാം എന്നൊക്കെ വിളിക്കുമ്പോൾ ഇവർ നമ്മളങ്ങനെ ആക്രമിക്കാൻ വരില്ല, ഇവരവിടെ തന്നെ നിൽക്കും. അങ്ങനെ അവസാനത്തെ സ്പോട്ടും കണ്ടതിന് ശേഷം നേരെ ഹൊസ്പേട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഈ അമ്പലം പോലെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെ അടുത്ത ട്രെയിൻ. ഇനിയും ഹംപി ഒരുപാട് തവണ വരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെ മടങ്ങുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി.